വിശുദ്ധ തിരുവചന ധ്യാന ചിന്തകളോട് ചേർന്ന് നിന്ന് ഫിലിപ്പിയർക്ക് ലേഖനം 2-ാം അധ്യായത്തിലേക്ക് പ്രാരംഭ വാക്കുകളിൽ കടന്നു വരുമ്പോൾ സ്നേഹത്തിൻ്റെതാകുന്ന ചില നിബന്ധനകളെ സംബന്ധിച്ച് നമ്മളോട് സ്വയം ഒന്ന് ചോദിക്കുന്ന ചില ചോദ്യങ്ങളോടെ നമുക്ക് കാണുവാൻ നമുക്ക് കഴിയുന്നു. ആ വാക്കുകളിലേക്ക് കടന്നു വരുമ്പോൾ പറയുന്നത് ഇപ്രകാരമാണ്: ക്രിസ്തുവിൽ വല്ല പ്രബോധനവും ഉണ്ടെങ്കിൽ, സ്നേഹത്തിന്റെ വല്ല ആശ്വാസവും ഉണ്ടെങ്കിൽ, ആത്മാവിന്റെ വല്ല കൂട്ടായ്മയും ഉണ്ടെങ്കിൽ, വല്ല ആർദ്രതയും മനസ്സലിവും ഉണ്ടെങ്കിൽ, നിങ്ങൾ ഏക മനസ്സുള്ളവരായി ഏക സ്നേഹം കൊണ്ട് ഐക്യമത്യപ്പെട്ട് ഏക ഭാവമുള്ളവരായി ഇങ്ങനെ എന്റെ സന്തോഷം പൂർണ്ണമാക്കുക. കർത്താവായ യേശുക്രിസ്തു തന്റെ ജീവിതത്തിൽ ഒരുപക്ഷെ സ്നേഹത്തിൻ്റെതാകുന്ന അനേക ഭാവങ്ങളെ നമുക്ക് കാണുവാൻ നമുക്ക് സാധിക്കുന്നുണ്ട്. കർത്താവായ യേശുക്രിസ്തുവിൻ്റെതാകുന്ന തന്റെ പരസ്യ ശുശ്രൂഷ ജീവിതത്തിലേക്ക് ഒന്ന് നോക്കുമ്പോൾ സ്നേഹത്തോടു കൂടി എവിടെയും കടന്നു ചെല്ലുന്നതും സ്നേഹത്തോടു കൂടി തന്റെ അടുക്കലേക്ക് കടന്നു വരുന്ന ആളുകളുടേതാകുന്ന വിശ്വാസ ജീവിതത്തിന്റെ ഒരു സമർപ്പണത്തെയും നമുക്ക് ദർശിക്കുവാനായി നമുക്ക് സാധ്യമായി തീരുന്നു. ഇന്നത്തെ ഈ കാലഘട്ടത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ, ഈ 21-ാം നൂറ്റാണ്ടിന്റെ തിരക്ക് പിടിച്ച ഈ കാലഘട്ടത്തിലേക്ക് നാം എത്തി നിൽക്കുമ്പോൾ, ഈ ആത്മീക ദർശനത്തോട് ചേർന്ന് നിന്നുകൊണ്ട് നാം ഒന്ന് ചിന്തിക്കുമ്പോൾ, ഈ സ്നേഹത്തിന് ഇന്നത്തെ കാലഘട്ടത്തിൽ ദൈവതുല്യമായിട്ടുള്ള ഒരു സ്ഥാനവും ഒരു നിർണയവും നൽകുവാൻ നമുക്ക് ഇന്ന് സാധ്യമായി തീരുന്നുണ്ട്. ഇവിടെ ഓർമ്മിപ്പിക്കുന്നത് ഇപ്രകാരമാണ്: സ്നേഹത്തിന്റെ വല്ല ആത്മാവിന്റെ കൂട്ടായ്മകളും ഉണ്ടെങ്കിൽ, ആർദ്രതയും മനസ്സലിവും ഏക മനസ്സുള്ളവരുമായി ഏക സ്നേഹം കൊണ്ട് ഐക്യമത്യപ്പെട്ട് ഏക ഭാവമുള്ളവരായി മാറി ക്രിസ്തുവിൻ്റെതാകുന്ന ആ സന്തോഷം പങ്കിടുവാൻ നമുക്ക് സാധ്യമായി തീരുന്നുവെങ്കിൽ അത് തീർച്ചയായും നമ്മുടെയൊക്കെ ജീവിതത്തിൽ അതൊരു അനുഗ്രഹം തന്നെയാകുന്നു. ഒരുപക്ഷെ വിശ്വാസ ജീവിതത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ ഈ നിസ്വാർത്ഥമായിട്ടുള്ള സ്നേഹത്തിന് ഉടമകളായി തീരുന്നവരാണ് നാം ഓരോരുത്തരും. ഇവിടെ നാം ഈ ദൈവവചനങ്ങളിലൂടെ തന്നെ നാം ചിന്തിക്കുമ്പോൾ ക്രിസ്തുവിൻ്റെതാകുന്ന ജീവിതത്തിന്റെ സാക്ഷീകരണം തന്നെ അതിന് ഉത്തമമായിട്ടുള്ള ഒരു ഉദാഹരണമാണ്. യഥാർത്ഥ സ്നേഹം എന്താണെന്ന് കാറ്റലിൻമാൻ നിർവചിച്ചിരിക്കുന്നത് ഇപ്രകാരമാണ്: ദീർഘമായിട്ടുള്ള സഹനവും ദയയും അച്ചടക്കവും നിഷ്കളങ്കതയും ലാളിത്യവും അടക്കവും ചിട്ടയും നിസ്വാർത്ഥതയും സൗമ്യതയും ഹൃദയശുദ്ധിയും എല്ലാം കടന്നു വരുമ്പോൾ അപ്പോസ്തലനായ പൗലോസ് ഓർമ്മിപ്പിക്കുന്നത് പോലെ സ്നേഹത്തിൻ്റെതാകുന്ന ഉദാത്തമായ മാതൃകയുടേതാകുന്ന വിവിധ വശങ്ങൾ നമുക്ക് കാണുവാൻ നമുക്ക് സാധ്യമായി തീരുന്നുണ്ട്. വിശ്വാസ ജീവിതത്തിലൂടെ നാം കടന്നു വരുമ്പോൾ ഇതിന്റെ വിവിധ ഭാഗങ്ങൾ നമുക്ക് ദർശിക്കുവാനായിട്ട് നമുക്ക് സാധ്യമായി തീരും. ഇന്ന് എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ഈ സ്നേഹത്തിന് പ്രകടമായിട്ടുള്ള മാറ്റങ്ങൾ കണ്ടുവരുവാൻ സാധ്യമാകുന്നുവെങ്കിൽ ആ ആത്മീയ ദർശനത്തിൻ്റെതാകുന്ന സാക്ഷികളായി തീരുവാൻ ഇന്ന് എനിക്കും നിങ്ങൾക്കും സാധ്യമായി തീരും. ഈ സ്നേഹം എന്ന് പറയുന്നത് ക്രിസ്തുവിൻ്റെതാകുന്ന ഭാവം നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ, ലേഖനത്തിലേക്ക് കടന്നു വരുമ്പോൾ ഓർമ്മിപ്പിക്കുന്നുണ്ട്: പരിജ്ഞാനത്തെ കവിയുന്ന ക്രിസ്തുവിന്റെ സ്നേഹം എന്നാകുന്നു. പരിജ്ഞാനത്തെ കവിയുന്ന ക്രിസ്തുവിന്റെ സ്നേഹം എന്നിലും നിങ്ങളിലും വസിക്കുമ്പോൾ ഈ സ്നേഹം ആഴമാർന്ന ഒരു ദൈവ ബന്ധത്തെയാണ് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് നൽകുവാനായിട്ട് ഇതിലൂടെ നമുക്ക് സാധ്യമായി തീരുന്നത്. തിരുവെഴുത്തുകളെ സ്നേഹിച്ച ആ ദൈവികമായിട്ടുള്ള സ്നേഹത്തെ നമുക്ക് ആദ്യ പടിയായിട്ട് നമുക്ക് കാണുവാൻ നമുക്ക് കഴിയും. വിദ്യാഭ്യാസ ജീവിതത്തിൽ ഏത് ഭൗതിക മേഖലയിൽ നമ്മൾ കാണപ്പെട്ടാലും ഒരുപക്ഷെ വിദ്യാഭ്യാസ ജീവിതത്തിലൂടെയുള്ള നന്മകളിലൂടെ നാം കടന്നു പോകുമ്പോൾ ആ ദൈവത്തിൻ്റെതാകുന്ന നിദാനമായിട്ടുള്ള ദർശനത്തെ നമുക്ക് കാണുവാൻ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് നമുക്ക് സാധ്യമായി തീരുന്നുണ്ട്. തന്റെ ശിഷ്യന്മാരെ സ്നേഹിക്കുന്ന ദൈവികമായിട്ടുള്ള ചിന്തകളെ നമുക്ക് കാണുവാനായിട്ട് നമുക്ക് കഴിയുന്നുണ്ട്. അവിടെ ഒരു ഭാഗമാണ് പറയുന്നത്: ക്രിസ്തു തന്റെ ശിഷ്യന്മാരെ അവസാനത്തോളം സ്നേഹിച്ചു എന്നുള്ളതാണ്. മറ്റാർക്കും മറ്റൊന്നിനും അവരെ തന്റെ സ്നേഹത്തിൽ നിന്ന് വേർതിരിക്കുവാൻ കഴിയാത്ത വിധം അവർ അവരെ സ്നേഹിച്ചു. അവനെ സ്നേഹിച്ചതിനാൽ അവർക്ക് വേണ്ടി തന്റെ ജീവനെ കൊടുത്തു എന്ന് നമുക്ക് കാണുവാൻ നമുക്ക് സാധിക്കും. ഞാനും നിങ്ങളും ഇന്ന് ഈ ക്രിസ്തുവിന്റെ ജീവനുള്ള സാക്ഷികളായി ശിഷ്യന്മാരായി ഇന്ന് ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ, ഈ ഭൂമിയിൽ നാം ഓരോരുത്തരും കാണപ്പെടുമ്പോൾ ആ ദൈവികമായിട്ടുള്ള സ്നേഹം ഇന്ന് നമ്മുടെ ജീവിതത്തിൽ ആ സമാധാനത്തിന്റെയും ശാന്തിയുടെയും അനുഗ്രഹത്തിന്റെയും നിറകുടമായി മാറുന്നത് നമുക്ക് ദർശിക്കുവാനായിട്ട് നമുക്ക് സാധ്യമായി തീരും. വിശുദ്ധ വേദവചനത്തിലേക്ക് കടന്നു വരുമ്പോൾ ചില വേദഭാഗങ്ങൾ ഇപ്രകാരമാണ് ഓർമ്മിപ്പിക്കുന്നത്: സ്നേഹമില്ല എങ്കിൽ ഞാൻ ഏതുമില്ല. ഒരുപക്ഷെ നമുക്കുള്ളതെല്ലാം എന്ത് തന്നെ ചെയ്താലും, ഒരുപക്ഷെ പുണ്യപ്രവർത്തികൾ, നന്മ പ്രവർത്തികൾ, ഏത് കാര്യങ്ങൾ നാം ചെയ്താലും നമ്മുടെ ഉള്ളിൽ സ്നേഹമില്ലെങ്കിൽ നാം ഒന്നുമില്ലാത്ത അനുഭവത്തിലേക്ക് മാറും. മാതാപിതാക്കന്മാരെ സ്നേഹിക്കുവാൻ,
മക്കളെ സ്നേഹിക്കുവാൻ, സഹോദരങ്ങളെ സ്നേഹിക്കുവാൻ, തന്റെ സമൂഹത്തെ സ്നേഹിക്കുവാൻ എല്ലാം കഴിയുന്നത് ഈ ആത്മീക ദർശനത്തിൻ്റെതാകുന്ന അനുഗ്രഹങ്ങൾ തന്നെയാണ്. ഇന്ന് പലപ്പോഴും പലതിലും ജീവിതത്തിൻ്റെതാകുന്ന പ്രതിസന്ധികളും പ്രതികൂലങ്ങളും കടന്നു വരുമ്പോൾ സ്നേഹം എന്ന ആ ഒരു സഹനശക്തി ഇല്ലാത്ത നിമിഷങ്ങളിൽ പരസ്പരം ശത്രുക്കളായി മാറുന്ന അനേക അനുഭവങ്ങൾ നമ്മുടെ ചുറ്റുപാടുകളിൽ നമുക്ക് കാണുവാൻ നമുക്ക് സാധിക്കും. നമ്മുടെ സമശിഷ്ടങ്ങളെ സ്നേഹിക്കുവാൻ നമുക്ക് സാധ്യമായി തീരുന്നുവെങ്കിൽ ഇതിൽ പരം ഒരു ആത്മീക അനുഗ്രഹം നമ്മുടെ ജീവിതത്തിൽ വേറെ ഒന്നും തന്നെയില്ല. ഈ സ്നേഹം എന്ന് പറയുന്നത് വിശുദ്ധ ദൈവത്തിന്റെ വചനം ഓർമ്മിപ്പിക്കുന്നത് പോലെ ഈ സ്നേഹം ദീർഘമായി ക്ഷമിക്കുകയും ദയ കാണിക്കുകയും ചെയ്യുന്ന ഒന്ന് തന്നെയാണ്. ഈ സ്നേഹം എന്ന് പറയുന്നത് സ്പർദ്ധിക്കുന്നില്ല, അത് സ്നേഹം നിഗളിക്കുന്നില്ല, ചീർക്കുന്നില്ല, അയോഗ്യമായി നടക്കുന്നില്ല, സ്വാർത്ഥം അന്വേഷിക്കുന്നില്ല, ദേഷ്യപ്പെടുന്നില്ല, ദോഷം കണക്കിടുന്നില്ല, അനീതിയിൽ സന്തോഷിക്കാതെ സത്യത്തിൽ സന്തോഷിക്കുന്ന ഒരു ആത്മീക അനുഗ്രഹം. ഇന്ന് എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ഈ ആത്മീക അനുഗ്രഹത്തിന് ഉടമകളായി തീരുവാൻ ഇന്ന് നമുക്കത് സാധ്യമായി തീരുന്നുണ്ടോ? ഈ സ്നേഹം എന്ന് പറയുന്നത് എല്ലാം വിശ്വസിക്കുന്ന ഒരു സ്നേഹമാണ്, എല്ലാം പ്രത്യാശിക്കുന്ന ഒരു സ്നേഹമാണ്, എല്ലാം സഹിക്കുന്ന ഒരു സ്നേഹമാണ്. ഈ സ്നേഹം ഒരു നാളും ഉതിർന്നു പോകാത്ത ആ ദൈവിക അനുഗ്രഹത്തിന്റെ കൃപയുടേതാണെന്ന് പറയാം. അങ്ങനെയെങ്കിൽ ഈ വിശുദ്ധ വാരദിനത്തെങ്കിലേക്ക് നാം കടന്നു വരുമ്പോൾ ഈ ക്രിസ്തുവിൻ്റെതാകുന്ന സ്നേഹം എന്നിലും നിങ്ങളിലും ഇന്നത്തെ ഈ പുതിയ കാലഘട്ടത്തിൽ, ഈ 21-ാം നൂറ്റാണ്ട് ഈ കാലഘട്ടത്തിൽ എങ്ങനെയാണ് എന്നിലും നിങ്ങളിലും ഈ ക്രിസ്തു സ്നേഹം പ്രകാശിക്കുന്നത്? നമുക്ക് ദൈവകരങ്ങളിൽ നമ്മളെ തന്നെ സമർപ്പിക്കാം. ആ ക്രിസ്തുവിന്റെ ഭാവം, ആ ക്രിസ്തുവിന്റെ സ്നേഹം നമ്മളോട് കൂടെ ഇരിക്കുമാറാകട്ടെ.